ഹലോ, വെൽക്കം ബാക്ക് ടു ഹീഷി സ്റ്റോറീസ്. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പൊ നമ്മളിവിടെ നവരാത്രി പ്രോഗ്രാംസ് ഒക്കെ ഒരുപാടുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പൊ ഞാനും പ്രണവും കൂടിയിട്ട് കുറച്ച് നവരാത്രി അമ്പലങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുർത്തയാണ് ഇട്ടത്. ഞാൻ പ്രണവിനെ കാണിച്ചുതരാം. പ്രണവ് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് റെഡിയായി. അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിൽ ബാക്കി നമ്മൾ ആദ്യം എത്തിയത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ബൊമ്മക്കുലു കാണാനായിട്ടാണ്. ലൊക്കേഷൻ വരുന്നത് പേട്ട മേലാങ്കോട് ശ്രീ ഇഷക്കിയമ്മൻ കോവിലിലെ മുഖ്യ കാർമ്മികരായിട്ടുള്ള ശ്രീ കുട്ടു വീരശൈവയുടെ വീട്ടിലാണ്. ഈ 7000 പാവകളെ വച്ചിട്ട് 9 തീമുകളിലായിട്ടാണ് ഈ വലിയ കുലു അറേഞ്ച് ചെയ്തിരിക്കുന്നവർ. ഈ കാണുന്ന ചേട്ടനാണ് കുട്ടു വീരശൈവ. അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണിത്. മൊത്തത്തിൽ ഒരുപാടുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ ഒരു മോളെ കണ്ടത്. അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞു. പുതിയ പുതിയ ഇതൊക്കെ വരും. നമുക്ക് ഒരുപാട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലോ. അതൊക്കെ എത്രത്തോളം അതായത് ഉപമയിൽ കൊണ്ടുവരാൻ പറ്റും അതെല്ലാം ഞാൻ പുതുമ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഇത്രത്തോളം എനിക്ക് സ്റ്റോറിയാണ്. അതിനകത്ത് അഷ്ടലക്ഷ്മി ഇത് കണ്ടില്ലേ, ഇത് വന്നിട്ട് നവരസങ്ങളാണ്, ഡാൻസിന്റെ നവരസങ്ങൾ, അതുപോലെ ദശാവതാരമുണ്ട്, അഷ്ടമാരിയുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഓരോ സെറ്റുകളായിട്ടുള്ള ശ്രീകൃഷ്ണലീല തന്നെ ഒത്തിരി ഉണ്ട്. രാമായണ ഫുൾ സീൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ചരിത്രങ്ങളിൽ മഹാഭാരതം എല്ലാം, അത് ദേവി മഹാത്മ്യം, അതെല്ലാം ഈ കുലൂരിൽ നമുക്കുണ്ട്. കൃഷ്ണന്റെ തന്നെ പല ഭാവങ്ങളില്ലേ, ഇതെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നത് വിഷ്വൽ ട്രീറ്റും കൂടെയാണ്. ഇത് വിശ്വാസം, ഒരു ഇതിന്റെ വിശ്വാസത്തിനപ്പുറം കളക്ഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഡിസിപ്ലിൻ, കളക്ഷനിലോട്ടൊക്കെ ഉള്ളൊരു താല്പര്യം, സേവിങ്സ് ഒക്കെയാണ് ഇത്. നമ്മുടെ ഭക്തിക്കപ്പുറം വേറെ കുറേ കാര്യങ്ങൾ, നമ്മുടെ എന്താണ് പേഷ്യൻസായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വേഷം. പിന്നെ വിഷ്വൽ ട്രീറ്റാണ്. നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല, കണ്ട സിനിമ മറക്കത്തില്ല, അതേപോലെ. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം അവിടെ കയറി നിൽപ്പുണ്ടായിരുന്നു മഴയൊന്ന് തോരാനായിട്ട്. അങ്ങനെ സരസ്വതി മണ്ഡപത്തിൽ, പത്മനാഭൻ്റെ അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ നമുക്ക് തൊഴാൻ പറ്റും. ഇതാണ് എൻട്രി. പക്ഷേ ഞാൻ ഒരു ചുരിദാറാണ് ഇട്ടുകൊണ്ട് വന്നത് കൊണ്ടും എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പം മുണ്ട് ഇവിടുന്ന് നോർമലി പണ്ടൊക്കെ മുണ്ട് ഇവിടുന്ന് വാങ്ങി നമുക്ക് വാടകയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറച്ച് പൈസയ്ക്ക്. പക്ഷെ ഇപ്പോൾ അതില്ല. 100 രൂപ കൊടുത്ത് മുണ്ട് വാങ്ങണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ പോയിട്ട് നാളെ വരാം എന്നുള്ള പ്ലാനിലാണ്. പ്രണവ് ഓൾറെഡി മുണ്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് വന്നത്. പക്ഷെ അവൻ കയറുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കടല കാണുന്നത്. അപ്പോൾ കടല ഞാൻ എവിടെ കണ്ടാലും ഞാനത് കഴിക്കും. അങ്ങനെ ഞാനൊരു കടലയൊക്കെ മേടിച്ചിട്ടുണ്ടായി. ഞാൻ നല്ല വിശപ്പും ഉണ്ടായി, രാത്രി സമയമായതുകൊണ്ട്. അങ്ങനെ ഞാൻ കടലയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആര്യശാല ദേവീക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കുമാരകോലെന്ന് വന്നിട്ടുള്ള വെള്ളിക്കുതിരയും കുമാരസ്വാമിയും വച്ചിട്ടുള്ളത്. അപ്പോൾ അത് തൊഴാനായിട്ട് നമ്മൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് മണി ഇപ്പം തന്നെ 9:45, 10 മണിക്ക് ഇവിടെ അടയ്ക്കും. ഇതാണ് വെള്ളിക്കുതിര, പുറത്താണ് ഇരിക്കുന്നത്. ആൻഡ് വിഗ്രഹം അകത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റില്ല. ഈ കാണുന്നതാണ് പൂജപ്പുര ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെയും പൂജവെപ്പ് മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതുവഴിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി ഞാനൊരു ഓറഞ്ച് ജ്യൂസും പ്രണവ് ഒരു ഫ്രൂട്ട് സർബത്തുമാണ് വാങ്ങിച്ചത്. അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോവാണ്. അവസാനം വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയായി. നമ്മളിപ്പോഴാണ് അമ്പലം എല്ലാം പോയിട്ട് ഇപ്പോൾ വീടെത്തിയിട്ടേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു, കൊള്ളായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.